ആരും വിചാരിച്ചതെന്നല്ല. തൃശ്ശൂർക്കാർക്കത് യാഥാർത്ഥ്യം എന്ന് പറഞ്ഞാൽ അത് എല്ലാവരുടെയും ഒറ്റപ്പെടുത്തി കഴിഞ്ഞേക്കുക. ഇപ്പൊ നമുക്ക് എന്താ പറയുക, ഇപ്പൊ തൃശ്ശൂരിന് സുരേഷ് പിടി വിജയം അത് കേരളം പിടിച്ചെടുക്കുക എന്നുള്ള തന്നെ ഒരു ചുവടുവെപ്പായി. കേരളം പിടിച്ചെടുക്കുക 100%. അതിനുള്ള പ്രവർത്തനം തുടങ്ങുകയാണ്. സുരേഷ് ഗോപി നമ്മൾ ജയിച്ച ആ ജയം ഇനി കേരളം പിടിക്കുന്നതിന് വേണ്ടിയിട്ടാണ്. തൃശ്ശൂരിനെ സംബന്ധിച്ചിടത്തോളം ഇന്നിപ്പോൾ സുരേഷ് ഗോപി ഒരു കേന്ദ്രമന്ത്രിയായി ചുവടുവരുന്നു. ഇന്നലെ വരെ 10,000 കണ്ട സ്വപ്നമാണ് കേരളത്തിന് ആദ്യമായി ഒൻതാമര വിരിയിച്ചുകൊണ്ട് സുരേഷ് ഗോപി ഇവിടെ വരുന്നത്. ഏറെ പ്രതീക്ഷകളുണ്ട് ജനതയ്ക്ക്. കാരണം ഇന്നലെ വരെ മുരടിച്ച വികസനമാണ് കണ്ടതെങ്കിൽ ഇനിയുള്ളത് വികസനത്തിൻ്റെ പാതയിലേക്കുള്ള സുരേഷ് ഗോപിയുടെ എന്ന ആ മഹാനടൻ്റെ മുന്നേറ്റമായിരിക്കും തൃശ്ശൂർ കാണാൻ പറ്റുന്നത്. കാരണം ശക്തൻ തമ്പുരാന്റെ കാലഘട്ടത്തിലുള്ള ആ വികസനം മാത്രമാണ് തൃശ്ശൂർ കണ്ടിട്ടുള്ളത്. അതിനുശേഷം പ്രത്യേകിച്ച് തൃശ്ശൂർ സ്വരാജ് റൗണ്ട് എന്നും ബ്ലോക്കായിരിക്കുന്ന ഒരു കാലഘട്ടമാണ്. ഒരു മഴ പെയ്താൽ വെള്ളം കയറി കിടക്കുന്ന, അടുക്കളയിൽ പോലും ബെഡ്റൂമിൽ പോലും വെള്ളം കയറി കിടക്കുന്ന ഒരു സ്ഥിതിയാണ് എല്ലാ വർഷവും മഴക്കാലത്ത് കണ്ടുകൊണ്ടിരിക്കുന്നത്. അതിനൊരു അറുതി വരുന്ന തെരഞ്ഞെടുക്കപ്പെട്ട ജനങ്ങൾക്ക് അവരോടുള്ള നന്ദിയായി കൂറായി തൃശ്ശൂരിന്റെ വികസന രംഗത്ത് സുരേഷ് ഗോപി എന്ന മഹാനടൻ ഒരു പ്രത്യേക മുന്നേറ്റം തന്നെ സൃഷ്ടിക്കും. കാരണം ഇന്നലെ വരെ BJPയെ അയിത്തം കൽപ്പിച്ച് മാറ്റി നിർത്തിയ ഒരു സമൂഹമുണ്ട്, ക്രിസ്ത്യൻ സമൂഹവും മുസ്ലിം സമൂഹവും. ആ മുസ്ലിം സമൂഹവും ക്രിസ്ത്യൻ സമൂഹവും ഇന്ന് BJPയോടൊപ്പം അണിചേർന്നിക്കൊണ്ടിരിക്കുന്നു. അത് ഒരു മുന്നേറ്റത്തിന്റെ പാതയാണ്. നാളെ BJP കേരളം പിടിച്ചെടുക്കുവാനുള്ള ഒരു മുന്നേറ്റമായി ഒരു യാഗാശ്വതയാണ് ഞങ്ങൾ അയച്ചുപിടിച്ചിരിക്കുന്നത്. അതാണ് സുരേഷ് ഗോപി എന്ന മഹാനടൻ. बोलो भारत माता की जय, बोलो भारत माता की जय, बोलो भारत माता की जय, सुरेश गोपी की जय, मोदी जी की जय, बोलो भारत माता की जय. ഞങ്ങൾ ചേട്ടനെ കാണാൻ വേണ്ടി എക്സൈറ്റ്മെന്റ് നിമിഷങ്ങൾക്കവിടെ എത്തിച്ചേരുമെന്ന് അറിയിക്കുന്നുണ്ട്. അപ്പം എന്തായാലും തൃശ്ശൂർ ഞങ്ങൾ കൊടുത്തിട്ടുണ്ട് ഓൾറെഡി. അപ്പം അതിന് കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് ഭാവി ജീവിതം എസ്റ്റിയുടെ കയ്യിലാണ് ഉള്ളത്. അത് എസ്റ്റിയാണ് പുതിയ കളികൾ കൊണ്ടുവരാനും ഒരുപാട് കാര്യങ്ങൾ കേരളത്തിലെ മാത്രമല്ല കേരളത്തിന്റെ മൊത്തം വികസനങ്ങൾ കാണാൻ പോകുന്നത് ഒരു കാര്യം വേറെയാണ്. നമ്മുടെ സുരേഷ് ഗോപിനെ കണ്ടുപിടിക്കും. രണ്ടു പേർ വേറെ എനിക്ക് മുമ്പ് പറയാം. രണ്ടു പേർ സുരേഷ് ഗോപിനെ ഞങ്ങള് തൃശ്ശൂരിന്റെ വികസന നായകനാണ്. തൃശ്ശൂരിന്റെ വികസന നായകനാണ്. ഒരുപാട് അങ്ങോട്ടാണ് പോകേണ്ടത്. അങ്ങനെ നടക്ക് നടക്ക് അങ്ങനെ നടക്ക് 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 വഴി കൊടുക്കണ്ടേ? വഴി കൊടുക്ക് സന്തോഷത്തോടും ഉത്സാഹത്തോടും കൂടി തന്നെയാണ് ഞങ്ങളിതിന് പ്രവർത്തിച്ചിരുന്നത്. നല്ലൊരു ആത്മവിശ്വാസം ഉണ്ടായിരുന്നു സുരേഷേട്ടൻ ജയിക്കുമെന്നുള്ളത്. എങ്കിലും മറ്റുള്ള പ്രവർത്തകരുടെ ഒരു ഇതുകൊണ്ട് നമുക്ക് എങ്ങനെയായിരിക്കും അവരെ തിരിച്ചൊരു
ചെയ്യാം അങ്ങനൊരു ടെൻഷൻ ഉണ്ടായിരുന്നു ഉള്ളിൽ. ഇല്ലാതില്ല ടെൻഷൻ. എങ്കിലും ആ ഇലക്ഷൻ്റെ അന്ന് രാവിലെ ഒരു 7,000 ഒക്കെ കഴിഞ്ഞപ്പോൾ തൊട്ട് നമുക്ക് തിരിച്ച് ഒരു ധൈര്യം വന്നു. പിന്നെ സ്വാഭാവികമായി ഒരു 50-ൻ്റെ ഒക്കെ അടുത്തെത്തിയപ്പോൾ തന്നെ നമ്മൾ വളരെ ആത്മവിശ്വാസത്തോടും സന്തോഷത്തോടുകൂടി ചെയ്തു. എല്ലാവർക്കും ജനങ്ങൾക്ക് ഇനിയും അദ്ദേഹത്തിൻ്റെ അവസരങ്ങളും നല്ല പ്രവർത്തനങ്ങൾ കാഴ്ചവെക്കാനുള്ള അവസരം അദ്ദേഹത്തിന് ഉണ്ടാവട്ടെ. എല്ലാവരുടെയും പൂർണ്ണ സപ്പോർട്ടും സഹകരണവും സുരേഷ് ചേട്ടനും ഉണ്ടായിരുന്നു. സുരേഷ് ഗോപി ആദ്യം തൃശ്ശൂർക്ക് വേണ്ടി മന്ത്രിയായതിനു ശേഷം അപ്പോൾ അദ്ദേഹത്തിന് ഒരു വൻ സ്വീകരണം ഏർപ്പെടുത്തിയിട്ടുണ്ട്. അതിൻ്റെ കാര്യങ്ങളൊക്കെ ഞങ്ങൾ വന്നുള്ളത്. ഞാൻ വന്നുള്ള അദ്ദേഹത്തിൽ തൃശ്ശൂർ ജില്ലയിൽ തന്നെ നാട്യ നിയോജകമണ്ഡലത്തിൽ വരുന്ന അന്തിക്കാട് നിന്നാണ് വന്നുള്ളത്. അതായത് സുനിൽകുമാറിൻ്റെ, അതുപോലെ കെ രാജൻ്റെ, CC മുകുന്ദൻ്റെ, P ബാലചന്ദ്രൻ്റെ സ്വന്തം സ്ഥലത്ത് നിന്നാണ് വന്നിട്ടുള്ളത്. ഇവരെല്ലാം എൻ്റെ അയൽവാസികളാണ്. ഞാൻ BJP നാട്യ നിയോജകമണ്ഡലത്തിൽ സെക്രട്ടറി കൂട്ടാണ്. എൻ്റെ ഭാരവാഹികൾ കൊടുക്കുന്നുണ്ട്. भारत माता की भारत माता की नरेंद्र मोदी जी की नरेंद्र मोदी जी की